ാണ് തൃശ്ശൂരിലെ പൂങ്കുന്നത്തുകാവിലെ ബൂത്തിൽ തർക്കമുണ്ടായി. ലിഷോയി നമുക്ക് പോകണ്ട. ലിഷോയി, അവിടെ എന്താണ് സംഭവിച്ചത്? വോട്ടെടുപ്പ് തടസ്സപ്പെട്ടിട്ടുണ്ടോ? തർക്കം ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതായത് തൃശ്ശൂർ പൂങ്കുന്നത്ത് ഹരിശ്രീ വിദ്യാനികേതൻ സ്കൂളിലെ 30-ാം നമ്പർ ബൂത്തിലാണ് തർക്കം നിലനിൽക്കുന്നത്. അതായത് മുൻപ് ഇവിടെ നിന്നും ഈ തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്നും സ്ഥിരതാമസം മാറ്റി പിന്നീട് 10-25 കൊല്ലത്തോളം ഇവിടെ ഇല്ലാതിരുന്ന വോട്ടുകൾ തിരികെ കൊണ്ട് ചേർത്തി എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ് ഇവിടെ ചലഞ്ച് ചെയ്യപ്പെടുന്നത്. ഈ ചലഞ്ച് ചെയ്യപ്പെട്ട വോട്ടുകൾ അത് മാറ്റി നിർത്തി, അല്ലെങ്കിൽ അത് ചലഞ്ചിങ് വോട്ടായി മാറ്റി നിർത്തിയതിന് ശേഷം പിന്നീട് അത് ടെൻഡർ വോട്ടാക്കിയതിന് ശേഷം വോട്ടിംഗ് തുടരാം എന്നുള്ളതാണ് UDFിൻ്റെയും അതുപോലെ തന്നെ LDFിൻ്റെയും സംബന്ധിച്ച് അനുകൂല നിലപാടെടുത്തില്ല. ഇതേ തുടർന്ന് സബ് കളക്ടർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി ചർച്ച നടത്തുകയാണ്. ഇതിനുശേഷം ഇത് പരിശോധനകൾക്കെല്ലാം ശേഷമായിരിക്കും ഇനി തുടർ നടപടികൾ ഉണ്ടാവുക. തർക്കത്തിന്റെ ദൃശ്യങ്ങൾ കാണാമല്ലോ. എത്ര വോട്ടാണ് ഇങ്ങനെ ഈ പറയുന്ന പോലെ ചലഞ്ച് ചെയ്യപ്പെടുന്നത്? എത്ര വോട്ടുകളാണ്? അതായത് 75ഓളം വോട്ടുകൾ ഈ പ്രദേശത്ത് പൂങ്കുന്നം ഭാഗത്ത് ഇത്തരത്തിലുണ്ട് എന്നുള്ളതാണ് ഇന്നലെ UDF നേതാക്കൾ TN പ്രതാപൻ ഉൾപ്പെടെയുള്ളവർ അറിയിച്ചിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ 3 പേരാണ് വോട്ട് ചെയ്യുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്നത്. ആ 3 പേരുടെ വോട്ട് സംബന്ധിച്ചാണ് ഇപ്പോൾ തർക്കം നിലനിൽക്കുന്നത്. പക്ഷേ ഒരാൾ ഇതിൽ വോട്ട് ചെയ്തു, രണ്ടാമത്തെ ആൾ ഈ വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു. ഇതോടുകൂടിയാണ് പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് തുടർ നടപടികളുമായി മുന്നോട്ട് പോകാൻ കഴിയാതിരുന്നത്. ആളുകൾ ഇപ്പോൾ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യം ഈ 3 വോട്ടുകൾ, അല്ലെങ്കിൽ ഈ ചലഞ്ച് ചെയ്യപ്പെട്ട വോട്ടുകൾ മാറ്റി നിർത്തി മറ്റുള്ളവരെ വോട്ട് ചെയ്യാൻ അനുവദിക്കണം എന്നുള്ളൊരു ആവശ്യമാണ്. പക്ഷേ അതേസമയം തന്നെ ഇവിടെ അതിന് ഉള്ള ഒരു സംവിധാനം നിലവിലായിട്ടില്ല. എന്തായാലും നിലവിൽ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി ചർച്ച നടത്തിയതിന് ശേഷം ഇത് പരിഹരിച്ച ശേഷം മാത്രമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക. അതേസമയം തന്നെ ഒരുപാട് ആളുകൾ ഈ ഒരു പോളിംഗ് ബൂത്തിൽ വളരെയേറെ നേരമായി ക്യൂ നിൽക്കുന്നുണ്ട്. അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റാത്തുള്ളൊരു പ്രതിഷേധവും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.